ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് വന്നിട്ട് CGL 2020 ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നിരിക്കുന്നത് ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ബി സോ ദാറ്റ് 30A68B ഈസ് ഡിവിസിബിൾ ബൈ 11. ഈ ഒരു നമ്പർ 11 വെച്ച് ഡിവിസിബിൾ ആണ്. ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, A ഗ്രേറ്റർ ദാൻ B ആണ്. ഓക്കെ, നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ നോർമലായിട്ട് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് 11ന്റെ ഡിവിസിബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്യും, അല്ലേ? ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്യും. ഇവിടെ ഇപ്പോൾ 4 ഇത് 4 ഇത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ചിട്ടുള്ള റൂള്. നമുക്ക് വേണമെങ്കിൽ വേറൊരു റൂളായിട്ട് യൂസ് ചെയ്യാം. അതായത് കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് ഈ 13, 31, 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് രണ്ട് നമ്പേഴ്സ് ആയിട്ട് പെയർ ചെയ്തിട്ട് കുറയ്ക്കുക. ഇപ്പൊ 1ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ -2, 3ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 11 കിട്ടിയാൽ അത് 11ന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നത്. ഇത് വേറെ രീതിക്ക് നമുക്ക് 11ന്റെ ഡിവിസിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു റൂളാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന അത് വെച്ചിട്ടാണ്. നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ നമ്പർ 11ന്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ 3, ഇവിടെ A-6 എന്ന് ഞാൻ എഴുതി, ഇവിടെ 8A-B എന്ന് എഴുതി. നമുക്കറിയാവുന്ന കേസ് എന്താണ്? ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 8 മൈനസ് 5 പ്ലസ് A-B, 5 പ്ലസ് A-B, അതൊന്നെങ്കിൽ 0 വരണം അല്ലെങ്കിൽ 11 വരണം. അപ്പൊ ഞാൻ എടുക്കുവാണെങ്കിൽ ഇത് 0ത്തോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് A-B എത്ര വരും? -5 വരും. ഞാനത് 5 പ്ലസ് A-B 11നോട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 11നോട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ A-Bന്റെ വാല്യൂ 6 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കേണ്ടത് ഈ രണ്ട് കണ്ടീഷനിൽ ഏതാണ് പറ്റണതെന്നൊന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യും? നമുക്കറിയാം A-B, ഓക്കെ, അത് -5 വരണം. -5 വരണമെങ്കിൽ ഇപ്പൊ ഞാനിവിടെ 0 എടുത്തു, ഇവിടെ 5 എടുത്തു, -5 വരാം. ഇവിടെ 1 എടുത്തു, ഇവിടെ 6 എടുത്തു, -5 വരാം. അങ്ങനെ വരണമെങ്കിൽ ബിന്റെ വാല്യൂ എപ്പോഴും എനേക്കാളും കൂടുതലായിരിക്കും. പക്ഷെ ഇവിടെ അവർ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് A ഗ്രേറ്റർ ദാൻ B ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു കണ്ടീഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് വിട്ടേക്കുക. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് A-B 6 കിട്ടണം. അതേസമയം ബിന്റെ വാല്യൂ എത്രയും വരണം? വലുതും വരണം. അപ്പോൾ എപ്പോഴും രണ്ട് നമ്പർ തമ്മിൽ കുറയ്ക്കുമ്പോൾ ഒരു നമ്പർ കിട്ടുകയെന്ന് വിചാരിച്ചു. അതിൽ കുറയുന്ന വാല്യൂ വലുതാകണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് ബി അല്ലേ വേണ്ടത്? അങ്ങനെ എപ്പോൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ വാല്യൂ ഗ്രേറ്റസ്റ്റ് ആയിരിക്കുമ്പോഴായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ 9 വരാം, ഇവിടെ 3 വരാം, അപ്പൊ ഡിഫറൻസ് 6 വരും. ഓക്കെ, ഇവിടെ 8ഉം ഇവിടെ 2ഉം വന്നു കഴിഞ്ഞാൽ ഡിഫറൻസ് 6 വരും. ഇവിടെ 7ഉം ഇവിടെ 1 വന്നു കഴിഞ്ഞാലും ഡിഫറൻസ് 6 ആകും. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പറ്റത്തില്ല. 6ഉം 0ഉം പറ്റും. ഓക്കെ, 6ഉം 0ഉം വന്നു കഴിഞ്ഞാലും എത്രയും 6 ആകും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എപ്പോഴാണ് ഗ്രേറ്റർ ആകുമ്പോൾ? A ഗ്രേറ്റർ ആകുമ്പോഴാണ്, അല്ലേ? ഇനി തിരിച്ച് നമുക്ക് പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A ഗ്രേറ്റർ ദാൻ B ആണ് വേണ്ടത്. ഓക്കെ, അതേപോലെ നെഗറ്റീവും കൊടുക്കാൻ പറ്റത്തില്ല, ഇതൊരു നമ്പർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് ബിന്റെ വാല്യൂ ആണ് ഗ്രേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ A എപ്പോഴാണോ ഗ്രേറ്റർ അപ്പൊ തന്നെ ആയിരിക്കും B ഗ്രേറ്റർ എന്ന് ഓർത്ത് വെക്കുക. Aക്ക് കൊടുക്കാവുന്ന മാക്സിമം വാല്യൂ ഏതാ? 9. അപ്പൊ B എത്ര വരും? 3. ഓക്കെ, ഇതായിരിക്കും അതിന്റെ ഫൈനൽ ആൻസർ. ഗ്രേറ്റസ്റ്റ് വാല്യൂ B എന്ന് ചോദിച്ചിരിക്കുന്നത്. സോ 3 ആയിരിക്കും ഫൈനൽ ആൻസർ.